ഇതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ തുറന്നു കാണിക്കുന്നതിന് ആഗസ്റ്റ് 3, 4 തീയതികളിലായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും LDFിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴവർ തീരുമാനിച്ചിട്ടുണ്ട്. 3, 4 ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ടല്ല പാർട്ടി കാണുന്നത്. രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളും ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായ അർത്ഥം. പോലീസ് പോലും നോക്കി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബജ്രംഗ് ദളിൻ്റെ സംഘപരിവാറിൻ്റെ വിഭാഗം ആളുകൾ കന്യാസ്ത്രീകളെ തന്നെ ചോദ്യം ചെയ്യുന്ന നില ലോകം മുഴുവൻ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് അവരിതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. BJPയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അജണ്ട കൈകാര്യം ചെയ്യുന്നതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് സംഘപരിവാറിൻ്റെ RSSൻ്റെ സർസംഘ് ചാലക് ഗോൾവാൾക്കർ തന്നെയാണ്. അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടുന്നത് എന്ന രാഷ്ട്രീയമായ നീക്കമാണ് ഈ ഇടപെടലിലൂടെ ഇപ്പോഴവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ ജോലിക്കായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യക്കടത്ത് എന്ന അതിഗൗരവമുള്ള വിഷയം മതപരിവർത്തനത്തിൻ്റെ ഭാഗമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബജ്രംഗ് ദൾ യഥാർത്ഥത്തിൽ ഇവർക്ക് നേരെ തിരിഞ്ഞിട്ടുള്ളത്. ഈ മനുഷ്യക്കടത്താണ് എങ്കിൽ ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. NIA അന്വേഷണത്തിലേക്ക് കടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വകുപ്പ് അതാണ്, മനുഷ്യക്കടത്ത്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കന്യാസ്ത്രീകളെ തന്നെ ജയിലിലടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒറ്റപ്പെട്ട ഒന്നല്ല. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗം കൂടിയാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് അവരെ റിമാൻഡിൽ വെക്കുകയും കീഴ്ക്കോടതികൾ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുക മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NIAയുടെ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ വർഷങ്ങളോളം ജയിലിലടക്കുക എന്ന നീക്കമാണ് ഇപ്പോഴും നടക്കുന്നത്. ബജ്രംഗ് ദളിൻ്റെ വാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വവും മുന്നോട്ടേക്ക് വെക്കുന്നത്. മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ
നിരവധി ആക്രമണങ്ങൾ ഉണ്ടായത് നമ്മൾ ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ്. മഹാരാഷ്ട്ര, ആസാം തുടങ്ങിയ മേഖലയിലും കർണാടകത്തിലുമെല്ലാം സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലെ BJP MLA ഗോവിന്ദ് പഡ്ഹൽക്കർ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ പരസ്യമായ കൊലവിളി നടത്തുകയുണ്ടായി. ഒരു പുരോഹിതനെ കയ്യേറ്റം ചെയ്താൽ 3 ലക്ഷം രൂപയും കാലോ കയ്യോ തല്ലി ഒടിച്ചാൽ 5 ലക്ഷം രൂപയും കൊലപ്പെടുത്തിയാൽ 11 ലക്ഷം രൂപയും ഇനാം നൽകുമെന്ന് MLA പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയ കാര്യം നമ്മളെല്ലാം കണ്ടു. ആസാമിൽ ക്രിസ്ത്യാനിയിൽ അത് വിവിധ വിഭാഗം സഭാ നേതൃത്വത്തിലുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അരമനകൾ തോറും കയറിയിറങ്ങി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ RSS വിഭാഗം, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ ക്രിസ്തീയ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഈ മതവേട്ടക്കെതിരായി, മതസ്പർദ്ധ, വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ സ്വാധീനവും സാന്നിധ്യവും ഉള്ളതുകൊണ്ടാണ് സംഘപരിവാർ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ അവരുടെ ഉള്ളിലിരിപ്പുള്ള, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സാധിക്കാതിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ രാജ്യത്തെമ്പാടുമുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരും ഭരണഘടനയ്ക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നവരും ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുള്ള സമീപനത്തിനെതിരായി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടതുപക്ഷ MP-മാർ ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ സന്ദർശിച്ച് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആളുകളുടെ ജാമ്യം നൽകുന്നതിൽ നിന്ന് എതിർപ്പ് നടത്തില്ല എന്നവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ബജ്രംഗ് ദൾ പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി, ജാമ്യാപേക്ഷയെ എതിർത്ത നിലപാട് സ്വീകരിക്കുമെന്നും മാത്രമല്ല പരസ്യമായി ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം സംഘടിപ്പിക്കുന്ന സവിശേഷമായ നിലയാണ്
ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നില്ല, പുറകോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന പരസ്യ പ്രഖ്യാപനം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലപാട് ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡിൽ തയ്യാറായില്ല എന്നുള്ളതും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബസ്കർ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തിയായ നിലപാടെടുക്കാൻ അന്നത്തെ സർക്കാർ, കോൺഗ്രസിൻ്റെ സർക്കാരും തയ്യാറായിരുന്നില്ല. നാരായൺപൂർ, കുണ്ടനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. ശക്തിയായ ഇടപെടലും സമരവും ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം അക്രമങ്ങൾക്കെതിരെ കേസെടുക്കുന്ന നിലപാട് പോലും ഉണ്ടായിട്ടുള്ളത് അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത്. BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാനാവാത്തത്. അതേപോലെ തന്നെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ശക്തിയായ നിലപാട് സ്വീകരിക്കാനും അവർക്ക് കോൺഗ്രസിന് കഴിയുന്നില്ല. പാർലമെന്റിലും പുറത്തുമുള്ള സംഭവങ്ങൾ അതാണ് കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വേണം സഖാവ് സുവെങ്കടേഷിൻ്റെ മേലെ അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണമാണ് ഇപ്പോഴും സുവെങ്കടേഷ് മധുര MP, അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വീഴ്ച ഇന്ത്യൻ പാർലമെന്റിൽ തുറന്നു കാണിച്ചതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ CPIMൻ്റെ MP-യും പ്രമുഖ നേതാവുമായ സുവെങ്കടേഷിനെതിരായിട്ടുള്ള കടന്നാക്രമണം സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് വലിയ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. വധഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉയർത്തിയിട്ടുള്ളത്. ഇത് മതപരമായ പശ്ചാത്തലത്തിലല്ല, രാഷ്ട്രീയമായ പശ്ചാത്തലത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പാർലമെന്റിലും ഏത് MP-യും ഭരണഘടനാ സ്വാതന്ത്ര്യത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും സാധിക്കില്ല. അങ്ങനെ പ്രസംഗിച്ചാൽ വധഭീഷണിക്ക് വിധേയപ്പെടും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന പ്രയോഗം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്
പുതിയ ഫാസിസത്തിൻ്റെ പ്രവണത ശക്തിയായ രീതിയിൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ്. ഇപ്പോൾ ഈ പുതു ഫാസിസ്റ്റ് ശക്തികളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ ശക്തികളാകെ ഒന്നടങ്കം മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് എന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗവർണറുടെ പ്രശ്നം ഇപ്പോൾ വീണ്ടും സങ്കീർണമാവുകയാണ്. സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണർമാർ അവലംബിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാവണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെ ഹൈക്കോടതിയും മുന്നോട്ടേക്ക് വെച്ച നിലപാട് അതുതന്നെയായിരുന്നു. അതിനെതിരായിട്ട് ഗവർണർ നൽകിയിട്ടുള്ള സുപ്രീം കോടതിയിലെ അപ്പീലിൻ്റെ മേലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർമാർ നിലപാട് സ്വീകരിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചത്. ഗവർണറെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാകെ കാവ്യവൽക്കരണത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോടതിയുടെ ഇത്തരം പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഈ കാവ്യവൽക്കരണ നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമേ ജനാധിപത്യ ശക്തികൾക്കും മതനിരപേക്ഷ ശക്തികൾക്കും നിലനിൽക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ശരിയാണ് എന്ന് സുപ്രീം കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ്റിനുള്ള അംഗീകാരം കൂടിയാണ് ഈ വിധി. എന്നാൽ ഈ വിധിയെ മറികടന്നുകൊണ്ട് VC-മാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണർ തയ്യാറായിട്ടുള്ളത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലാണ് കോടതി പുറത്താക്കിയ വൈസ് ചാൻസലർമാരെ കോടതി വിധികളെ മറികടന്ന് ഗവർണർ ഇപ്പോൾ വീണ്ടും നിയമനം നടത്തിയിട്ടുള്ളത്. ഈ സംബന്ധിച്ച ഉത്തരവ് ഇന്ന് യഥാർത്ഥത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കോടതിയും ഭരണഘടനയും ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന സംഘപരിവാർ നിലപാടിൻ്റെ മറ്റൊരു മുഖമാണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെതിരായിട്ട് അതിശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. സർക്കാർ ആവശ്യമായ നിയമ നടപടികളുമായി മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെ ഇടയിലാണ് എല്ലാവരെയും പ്രയാസപ്പെടുത്തിയ മലയങ്കാവ് സ്ഫോടന വിധി ഉണ്ടായിട്ടുള്ളത്. സംഘപരിവാർ വിഭാഗം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള മലയങ്കാവ് സ്ഫോടനം തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ കുറ്റമുക്തമാക്കുന്ന രീതിയാണ് ഉണ്ടായത്.
കേസിലെ കുറ്റപത്രത്തിലുള്ള പ്രതികളെല്ലാം പ്രതികളാണെന്ന സംശയം ശക്തമായി സ്ഥാപിക്കപ്പെട്ടിരുന്നുവെങ്കിലും ശിക്ഷിക്കാൻ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞാണ് ഇവരെയെല്ലാം വെറുതെ വിട്ടത്. ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ ATS തലവൻ ഹേമന്ത് കാർക്കറെയാണ് മുംബൈ ഭീകരാക്രമണത്തിൽ കൊലയ്യപ്പെട്ടത് എന്നുള്ളതും കൂട്ടി വായിക്കേണ്ടതാണ്. സംഘപരിവാർ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും ശരിയായ തെളിവായി പുറത്തു വന്ന കേസ് കൂടിയായിരുന്നു ഇത്. ആ കേസ് ശിക്ഷിക്കപ്പെടാതിരിക്കുന്നു എന്നത് ഭീതിജനകമായ ഒരവസ്ഥയാണ് ഇന്ത്യയിൽ ഓരോ പൗരൻ്റെയും മുമ്പിൽ ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തിൻ്റെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ജനാധിപത്യ ശക്തികളും, അതിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം, അധ്യാപക പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള എല്ലാ ജനാധിപത്യ ശക്തികളും ഇതിനെതിരായി നല്ല രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. ഉയർന്നു വരും, അത് അവസാനിക്കുന്ന ഒന്നായിരിക്കില്ല. അതിപ്പോൾ കോടതി വിട്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങളില്ല, മെഴുകുതിരി കത്തിക്കുന്നില്ല, അങ്ങനെ ഒരു പരിപാടികളുമില്ല. അങ്ങനത്തെ അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും അല്ല, ഇവിടെ കേസെടുത്തു മാത്രമേ ഉള്ളൂ, അവർ ജയിലടക്കമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും രണ്ടായിട്ട് കാണണം, രണ്ടായിട്ട് തന്നെ കാണണ്ടേ? അതെന്താ മൂടി വെച്ച? പിന്നെ ഇവിടെ ഒരു കേസ് ഉണ്ടായാൽ ആ കേസും അതുപോലെ തന്നെ മറ്റൊരു പ്രദേശത്തുണ്ടായിട്ടുള്ള കേസും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. ഇവിടെ കേസുണ്ടായി എന്നുള്ളത് ശരിയാണ്. കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് ജാമ്യം കിട്ടി എന്നുള്ളതും കേസ് നടത്തി എന്നുള്ളതും ആ കേസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ അത് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് സമാനമൊന്നുമല്ല, അത് വേറെ തന്നെയാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം, രണ്ടും രണ്ടായിട്ട് കാണേണ്ടതാണെന്നോ. അല്ലാതെ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണെന്ന്. വെറുതെ ആവശ്യമില്ലാതെ ന്യായീകരണം നടത്താൻ വേണ്ടിയിട്ട് സംഘപരിവാർക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട നിലപാട് സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സൈസ് ആളുകളാണ് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്നത് കേൾക്കിനി, ഞാൻ പറയുന്നത് കേട്ടോ, എന്നിട്ട് വന്നിട്ട് മനുഷ്യനും പറഞ്ഞാൽ മതി. എന്തായിരുന്നു ഛത്തീസ്ഗഡിലെ കേസിൻ്റെ അടിസ്ഥാനം? TT-മാർ ഈ 3 പേരെയും 3, 2, 5 ആളുകളെ വളഞ്ഞു വെച്ച് ബജരംഗ് ദളിനോട് പറഞ്ഞ് ബജരംഗ് ദളുകാർ വന്ന് അവരെ ചോദ്യം ചെയ്ത് പോലീസിൽ അവരെ ഏൽപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. എന്താ താരതമ്യം ഇവിടെ? രണ്ടൊന്നാണ് പറഞ്ഞില്ലേ? എന്ത് താരതമ്യം ഇവിടെ കേരളത്തിലും അവിടെയാണ് ഉണ്ടായത്? വെറുതെ ആവശ്യമില്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് ആയില്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിനുശേഷം അവിടെ എന്താ കേസ്? ഒന്നാമത്തെ കേസ് മതപരിവർത്തനം, രണ്ടാമത്തെ കേസ് മനുഷ്യക്കടത്ത്. അത് NIA അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേസാണ്. അത് വെച്ച് ജയിലിലടക്കുന്ന നില. ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പറയാൻ പറ്റുക? അതാ ഞാൻ പറഞ്ഞത്, സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യഹത്യക്കെതിരെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല സ്വാധീനമുള്ള, ഇടതുപക്ഷത്തിന് നല്ല മുൻകൈയുള്ള ഒരു സംസ്ഥാനത്ത് നടന്നതും അവിടെ നടന്നതും ഒരേപോലെയാണെന്ന് വരുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീന ശ്രമമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ അങ്ങനെ തന്നെ പ്രതികരിച്ചത്.
ഇനി പറയുന്ന മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും കാര്യമൊന്നും തന്നെ പൂർണ്ണമായി മനസ്സിലായല്ലോ. പിന്നെ ഇനി വിശദീകരിക്കാൻ പുറപ്പെടണ്ട. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് അനുകൂലമായ നിലപാട് മാനസികമായി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ്. അതാ കാര്യം. അത് മനസ്സിലാവില്ല ആൾക്കാർ. ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഈ കേരളത്തിലെ എല്ലാവർക്കും നന്നായി മനസ്സിലാവും. ഇടതുപക്ഷമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു സംശയമില്ല. മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷം. അതിൻ്റെ സംസ്ഥാനമാണ് കേരളം. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് നാളെ ഗവർണർ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് സർക്കാരിന്. ആ ചർച്ചയിൽ സർക്കാർ പങ്കെടുക്കുമോ? പാർട്ടി അല്ല, ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചയും ഗവർണറുമായിട്ടുള്ള ചർച്ചയും നടത്തുന്നതിൽ ഞങ്ങളാരും തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ സംഭവം സുപ്രീം കോടതി വിധി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇന്ന് തന്നെ ഗവർണർ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന നിലപാടിന് അതിശക്തിയായിട്ട് എതിർക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ക്രൈസ്തവ സമൂഹമായിട്ട് BJP അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കേക്ക് കൊണ്ടുപോകുന്നു, സമ്മാനങ്ങളുമായി പോകുന്നു. അവർക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ട് ക്രൈസ്തവ സമൂഹം. അല്ല, അവർ തന്നെ പറഞ്ഞല്ലോ കേക്കും കൊണ്ട് ഇങ്ങനെ അധികം വരണ്ടെന്ന്. ഇതെല്ലാം ആർക്കെങ്കിലും തെറ്റുപറ്റിയോ തെറ്റുപറ്റാതിരിക്കുന്നുള്ളതല്ല. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ശത്രുതാപരമായ സമീപനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഗോൾവാൾക്കർ തന്നെ വിചാരധാരയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്ത് 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. ഈ 3 ആഭ്യന്തര ശത്രുക്കളിൽ 1 മുസ്ലിമാണ്, 2 ക്രിസ്ത്യാനിയാണ്, 3 കമ്മ്യൂണിസ്റ്റാണ്. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. അത് മറക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പള്ളിയുടെ പ്രധാനപ്പെട്ട വക്താക്കളോ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ വരെ വെള്ളപൂശാൻ ശ്രമിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഓരോ ദിവസം കഴിയുന്നതോറും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യം ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതിനെ വെള്ളപൂശാനാണ് നിങ്ങളെപ്പോലുള്ള ചില ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ അതിനെ ശക്തിയായിട്ട് എതിർത്തത്. അവരെ മോചിപ്പിക്കാനായി എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നു. ഇതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സഭാധ്യക്ഷന്മാരെയൊക്കെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP ആ നിലക്ക് അവർക്കൊപ്പം നിൽക്കുമ്പോൾ രാഷ്ട്രീയമായ BJP അവർക്കൊപ്പം നിൽക്കുമ്പോൾ എന്ന പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗം നിങ്ങൾക്ക് മാത്രം ചോദിച്ച പ്രയോഗമാണ്. അതല്ല, അവരവകാശം അങ്ങനെ പറ. അവർക്ക് അവകാശപ്പെടാതിരിക്കാൻ പറ്റില്ല. കേരളം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് ഇതുപോലെ 3 സാർവദേശീയ മതങ്ങൾ നല്ല സൗഹാർദ്ദത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് സ്വാധീനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ റേഷ്യോയിൽ ജീവിക്കുന്ന ഒരു ജനത വേറെ ലോകത്ത് എവിടെയില്ല. അതാ കേരളത്തിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളണം. കൃത്യമായിട്ട് നിങ്ങൾക്കറിയാലോ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി 3 സാർവദേശീയ മതമാണ്. കേരളത്തെ പോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു ജനസംഖ്യാനുപാതം വേറെ എവിടെയാണുള്ളത്? എവിടെയില്ല. അപ്പോൾ ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ നിലനിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഈ അവബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന BJP നിലപാടല്ല ഉത്തരേന്ത്യയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന BJP നിലപാട്. അവർ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കാര്യം. അവരിപ്പോൾ ആ സഹകരിക്കുന്നവർ തന്നെയാണല്ലോ ഇപ്പോഴും പറഞ്ഞത് കേക്കും ഇങ്ങോട്ട് വരണ്ടില്ല എന്ന്. അവർ പറഞ്ഞത് അത് തന്നെയാണ്. ഈ കന്യാസ്ത്രീകള് അകത്ത് കിടക്കുന്ന സമയത്ത് ബിഷപ്പ് ഹൗസിൽ രാജീവ് ചന്ദ്രശേഖരനോട് കുഴപ്പമില്ലാതെ കയറി പോകാൻ പറ്റുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണും. അതല്ലേ നമ്മുടെ മര്യാദ, നമ്മുടെ നാടിൻ്റെ ഒരു മര്യാദയല്ലേ. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സങ്കീർണമായിട്ട് ഉള്ളപ്പോഴും അവരോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് അക്രമത്തിലേക്ക് പോകുന്നില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമൂഹത്തിൻ്റെ ഒരു അന്തർധാര. അതാണ് കേരളം, കേരളത്തിൻ്റെ മര്യാദ, കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം. ഈ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു വോട്ട് കൊണ്ടാണ്.
ഞാൻ അങ്ങനെയല്ല അത് വിശ്വസിക്കുന്നത്, അങ്ങനെയല്ല അതിന് കാണേണ്ടത്. അത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. 86,000 വോട്ട് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കുറഞ്ഞു. ആ വോട്ടിലും ക്രിസ്ത്യൻ വോട്ടും ഉണ്ട്. ആ വോട്ട് കുറഞ്ഞപ്പോഴാണ് നിയമത്തിന് മുമ്പ് ജയിച്ചതുപോലെ തൃശ്ശൂർ പാർലമെൻറ്റിൽ ജയിച്ചത്. ചെറിയ വോട്ടൊന്നുമല്ല, 86,000 വോട്ടിൻ്റെ കുറവായിരുന്നു. 74,000 വോട്ടിന് ജയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ 86,000 വോട്ട് അവർക്ക് നഷ്ടപ്പെട്ട് അവർ 3-ാം സ്ഥാനത്തേക്ക് എത്തി. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, കുറേ ദിവസമായി തുടങ്ങിയിട്ട് മൗനം. ആ സിനിമയുടെ ഘട്ടം വന്നു മുതലേ മൗനിയായ ഒരവസ്ഥയായിരുന്നു. കാരണം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ സ്വീകരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയ ശത്രുതയുണ്ടല്ലോ, ആ വർഗീയ ശത്രുതയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. മതിയാക്കാം.